ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, അതെങ്ങനെയാണ് വായിക്കുന്നത്? സഭ വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ഏക ഉദ്ദേശം കൃപയുടെ വിരുന്നും പുതിയ ഉടമ്പടിയുടെ ബലിയുമായ വിശുദ്ധ കുർബാന ആണെന്ന സത്യം ഒരാളും വിസ്മരിക്കാൻ പാടില്ല. വിശുദ്ധ കുർബാന ആണെന്നുള്ള സത്യം ഒരാളും വിസ്മരിക്കാൻ പാടില്ല. എന്നിട്ട് വീണ്ടും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഒന്നില്ലാതെ മറ്റൊന്നിനെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വചനവും ദിവ്യകാരുണ്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? വചനം നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ്, വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തിലെ വിശുദ്ധ കുർബാനയിലെ ഈശോയെ വിശ്വാസത്തോടെ ഈശോയായിട്ട് ഞാൻ സ്വീകരിച്ച ആ ശക്തി എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇനി വിശുദ്ധ കുർബാനയിലുള്ള ശക്തി എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് തിരിച്ച് വചനത്തെ ആഴത്തിൽ ഗ്രഹിക്കാനും പറ്റുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്, ഒന്നില്ലാതെ മറ്റൊന്നിനെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം തിരുവചനവും വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.